Hello guys, welcome back to my YouTube channel. So guys, ഇതെൻ്റെ എൻഗേജ്മെൻറ്റ് വ്ലോഗ് സീരീസാണ്. അപ്പം ഇതായിരിക്കും എൻ്റെ ആദ്യത്തെ വീഡിയോ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എനിക്കിത് ഒത്തിരി വലിച്ചു നീട്ടി കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ ഞാൻ വന്നത് 21st എനിക്ക് ആ കുറച്ച് ദിവസമുള്ളായിരുന്നു. December 11th എൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് വേണം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രസ്സ്, റിങ് എല്ലാം. അപ്പോൾ നമ്മൾ ആദ്യം പോയത് റിങ്ങിൻ്റെ കാര്യത്തിനാണ്. റിങ്ങിന് അളവ് കൊടുക്കണമായിരുന്നു, എന്നിട്ട് പണിയിക്കണമായിരുന്നു. അപ്പം അത് കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് നമ്മൾ ആദ്യം പോയത് അതിനായിരുന്നു. ഞാനും അമ്മൂമ്മയും കൂടെയാണ് റിങ്ങിന് ഇത് കൊടുക്കാൻ പോയത്, ഓർഡർ കൊടുക്കാൻ പോയത്. സോ നമ്മൾ ഇടിമണിക്കിൽ പോയിട്ടാണ് റിങ് എടുത്തത്. ആദ്യത്തെ ആ സമയത്ത് എനിക്ക് ജെറ്റ് ലാഗിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ നാട്ടിലെല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കിടന്നുറങ്ങും. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും എനിക്ക് ഉറക്കം വരും ഓട്ടോമാറ്റിക്കായിട്ട്. ആൻഡ് രാത്രി ഒരു 8 മണി ആകുമ്പോഴാണ് ഞാൻ ആക്റ്റീവായി വരിക. ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഈ ടൈം മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നു. കേൾക്കുമ്പം ഈ ജെറ്റ് ലാഗിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുമെങ്കിലും അത് കുറച്ച് സീരിയസ് ആയിരുന്നു. കാരണം ആദ്യത്തെ ഇനിഷ്യൽ ഡേയ്സിൽ ദ ഫസ്റ്റ് ഡേ ഞാൻ ചെയ്തത് റിങ് എടുക്കാൻ പോയതാണെങ്കിൽ എനിക്ക് ആ ഒരു ദിവസം അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ഉറക്കം ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. സോ ഇത്ര സമയം കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് ഉറങ്ങാണ്ട് പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേജ് വരും. അതൊന്ന് മാനേജായി വരാനായിട്ട് കുറച്ച് സമയം എടുത്തു, ഒരു 2-3 ദിവസം. ആകെ 12 ദിവസം ഉള്ളിടത്ത് ഈ 2-3 ദിവസം എന്ന് പറയുന്നത് അത് കുറച്ച് എക്സ്പെൻസീവാണ്. സെക്കൻഡ് ഡേയിലെ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഡ്രസ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ ഓർത്തു ഭയങ്കര വലിയ ടാസ്ക് ആയിരിക്കുമെന്ന്, ബട്ട് സ്റ്റിൽ അതൊരു എളുപ്പമുള്ള പണിയായിരുന്നു. ഓൾറെഡി ഞാൻ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്താ ഇടാൻ പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഒരു ടാസ്ക്കായിട്ട് വന്നത്. ആൻഡ് അത് കുറച്ച് ഈസി ആയിട്ടുള്ള പരിപാടിയായിരുന്നു. നമ്മൾ ലെവൽ 10 നിന്നാണ് മെറ്റീരിയൽസ് എല്ലാം എടുത്തത്. അപ്പം കളറ് നമ്മൾ ഡൈ ചെയ്തെടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ നമുക്ക് കിട്ടി. അതത്ര വലിയ പണിയല്ലായിരുന്നു. ആൻഡ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ എൻ്റെ ഡ്രസ്സിൽ. കാരണം ഞാൻ ഉദ്ദേശിച്ച കളറിൽ, ഞാൻ ഉദ്ദേശിച്ച ലുക്കിൽ എനിക്ക് ആ സാധനം കിട്ടി. അപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതിൽ. വോട്ട് എവർ അതേഴ്സ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ 3rd ഡേയിൽ എത്തിയിരിക്കുന്നു ഗൈസ്. 3rd ഡേ ആയപ്പോഴത്തേക്കും അച്ഛൻ വന്നായിരുന്നു. 3rd ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി 3rd ഡേ അല്ല, അതിനിടയ്ക്ക് 2-3 ദിവസമൊക്കെ മിസ്സായിട്ടുണ്ട്. ഞാൻ ഉറങ്ങിപ്പോയി 2-3 ദിവസമൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പം 3rd ഡേ ആയപ്പോഴത്തേക്കും അച്ഛനും വന്നു. പിന്നെ നമ്മൾ ഫുൾ ഓണായി. പക്ഷേ ഈ ഡേ ആയിരുന്നു 3rd ഡേ ആയിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നത്. ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അലഞ്ഞിരുന്ന് നടന്നത് ഈ 3rd ഡേ. അത് വേറൊന്നുമല്ല, എൻ്റെ അമ്മയ്ക്ക് സാരി എടുക്കാൻ പോയതാണ്. കോട്ടയം മുതൽ തിരുവല്ല വരെ നമ്മൾ സാരി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കടയിലും കയറിയാണ്. ഈ കോട്ടയം മുതൽ തിരുവല്ല വരെയുള്ള ഒരു ഷോപ്പ് പോലും വിടാതെ എല്ലായിടത്തും കയറിയത്. എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ ഒരു എൻ്റയർ ഡേയിലും എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയ സംഭവം ഇതായിരുന്നു, ഫുഡ് കഴിക്കാൻ പോയത്. കാരണം അത്രയും മടുത്തായിരുന്നു ആ ഒരു സമയപ്പോഴത്തേനും. ഞാനും അച്ഛനും അത്രയും മടുത്തായിരുന്നു. അമ്മയ്ക്ക് അന്നേരം എപ്പോഴും ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴും അമ്മയ്ക്ക് സാരി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ചെറിയ വിഷമമുണ്ട്. പക്ഷേ എനിക്കും അച്ഛനും ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു ഈ ഫുഡ് കഴിക്കാൻ പോയ പരിപാടി. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്ക് ടു ദ മിഷൻ. നമ്മൾ വീണ്ടും സാരി അന്വേഷിച്ച് പുറപ്പെടുകയാണ്. അപ്പോൾ ഇത്രയും അന്വേഷിക്കാൻ വേണ്ടി എന്തിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ നമുക്ക് നല്ലത് കിട്ടാഞ്ഞിട്ടല്ല, നമ്മൾ ചെന്നിടത്തൊന്നും നല്ലതില്ലാഞ്ഞിട്ടും അല്ല. അമ്മ ഓൾറെഡി ഒരു സാരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ അമ്മയോട് പറഞ്ഞു അതിൻ്റെ കളർ ഡള്ളാണ്. അങ്ങനെ അമ്മ ഡബിൾ മൈൻഡഡ് ആയി. അപ്പോൾ അമ്മയ്ക്ക് വിഷമമായി. അങ്ങനെ ഞാനും അച്ഛനും പറഞ്ഞു വാ നമുക്ക് വേറെ സാരി എടുക്കാം. അപ്പോൾ അമ്മയ്ക്ക് ആദ്യം എടുത്തു വെച്ച സാരിയെ കഴിഞ്ഞും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള വേറൊരു സാരി കിട്ടണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും അന്വേഷിച്ചു പോയത്. ഇത്രയും അന്വേഷിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ലാസ്റ്റ് നമ്മൾ മഹാലക്ഷ്മിയിൽ പോയിട്ട് സാരി എടുത്തു. അങ്ങനെ ആ ദിവസത്തെ നമ്മുടെ ഏറ്റവും വലിയ മിഷൻ നമ്മൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അച്ഛന് ഡ്രസ്സ് എടുക്കണം. അത് ഭയങ്കര സിമ്പിളായിരുന്നു. അച്ഛൻ ഒരു 30 മിനിറ്റ്സിൽ അച്ഛൻ്റെ കുർത്ത സെറ്റ് ചെയ്തു.
ദ വെരി നെക്സ്റ്റ് ഡേ തൊട്ട് ഭയങ്കര മഴയായിരുന്നു. അപ്പം നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു 2 ദിവസത്തേക്ക്. ആൻഡ് December 5th ആയപ്പോഴത്തേക്കിനും നമ്മൾ പോയിട്ട് ഓർണമെൻറ്റ്സും കൂടെ എടുത്ത് വെച്ചു. അപ്പം നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. കാരണം പിറ്റേ ദിവസമാണ് കണ്ണുചേട്ടൻ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നുണ്ട്, റിങ് എടുക്കാൻ പോകണം, അങ്ങനെ ടോട്ടലി ബിസി ആയതുകൊണ്ട് നമ്മൾ 5th എല്ലാ ഷോപ്പിംഗും ക്ലോസ് ചെയ്തു. ബാക്കി വ്ളോഗ് ഞാൻ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.